എല്ലാം നഷ്ടപ്പെട്ടു, തറവാടിത്തവും ആഭിജാത്യവും സമ്പത്തും നഷ്ടപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാ പെട്ടെന്ന് അവർ തീരുമാനമെടുക്കുന്നു. എന്നിട്ട് എല്ലാവരോടുമായിട്ട് അവർ വിളിച്ചു പറയുകയാണ്, എന്ത്? അലപ്പെട്ട് മാൽ പറിത്തിടുന്നേ അഹ്മദിന്റെ അറുതി താങ്കൾ പരുത്തുമെണ്ടും അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, മുഹമ്മദിന്റെയും കൂട്ടരുടെയും അഹങ്കാരം ഞങ്ങൾ നശിപ്പിക്കും, ഞങ്ങൾ പോയി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അവരതാ തയ്യാറാവുന്നു. പെട്ടെന്ന് തന്നെ അതിന്റെ സന്ദേശം പോയി. 1000-ഓളം ആളുകൾ തയ്യാറായി. എന്നല്ല, 1250 ആളുകൾ അതാ ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകന്റെ സൈന്യത്തെ പിടികൂടാൻ, ആ അനുചരന്മാരെ പിടികൂടാൻ വേണ്ടി സർവായുധ വിഭൂഷിതരായി തയ്യാറാവുകയാണ്. മക്കക്കാരുടെ പ്രധാനികളായിട്ടുള്ള നായകന്മാർ മുഴുവൻ അണിനിരക്കുന്നു, അബൂലഹബ് ഒഴികെ. അബൂലഹബിന് ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആസിമുബ്നു ഹിശാമിനു മുഗീറ എന്ന് പറയുന്ന ഒരാൾക്ക് 4000 വെള്ളി, അത്രയും വലിയ തുക നൽകിക്കൊണ്ട് ആ പോരാട്ടത്തിന് പുറപ്പെടുന്നതിന്റെ പ്രാധാന്യം അവർ അത്രയും എടുത്തിരുന്നു, അത്രയും മനസ്സിലാക്കിയിരുന്നു. മറ്റൊരാളെ നിയോഗിച്ചു. അബൂലഹബ് മറ്റുള്ള അബൂജഹലും മുത്തുബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന എല്ലാ ആളുകളും അതാ ഒരുങ്ങി പുറപ്പെടുകയാണ്. അബൂജഹൽ ആവേശത്തോടുകൂടെ എല്ലാം നശിപ്പിച്ചേ അടങ്ങൂ, മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പ്രവാചകനെ തകർക്കും, ആ സംരംഭത്തെ തകർക്കും, ആ ദർശനത്തെ തകർക്കും. ഇനി അത് പറയാൻ ആളുണ്ടാകാൻ പാടില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അഹങ്കാരത്തിന്റെ മൂർത്തി മദ്ഭാവമായിട്ടുള്ള അബൂജഹൽ പുറപ്പെടുകയാണ്. എങ്ങനെ? അബൂജഹലുടൻ കിബർ പൊങ്കിയളുന്ത് ലിബാസ് ചവൈന്ത് പുതുമാ ഖദവിട്ടകൾ വൈത്ത് ഹരീറുമൊടുത്തിടവേ മികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും ും പല പള്ളി പുതുവായി എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. അബൂജഹൽ എല്ലാ വിധത്തിലുള്ള ആവേശത്തോടും അഹങ്കാരത്തോടും കൂടെ തന്റെ സൈന്യത്തെ ആവേശത്തോടെ യാലൽ ഹുബില യാലൽ ലുസ്സ യാലൽ ഹുബില യാലൽ ലുസ്സ യാലൽ ഹുബില യാലൽ ലുസ്സ പല വിധത്തിലുള്ള താളമേളങ്ങളോടെ അവർ പുറപ്പെടുകയാണ്. പുറപ്പെടട്ടെ, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പാടാനും പറയാനും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല സർവാധിനാഥൻ അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് നമ്മുടെ സമയത്തിന്റെ പരിമിതികൾ കൊണ്ട്, നമ്മുടെ ചരിത്രം 3 ദിവസമായതുകൊണ്ട് ഇന്ന് ഒട്ട് ദൂരം മുന്നോട്ട് നമുക്ക് പോകേണ്ടതുണ്ടായിരുന്നുകൊണ്ട് ഉണ്ടായത് വളരെ അത്യാവശ്യമായത് കൊണ്ട് നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ചരിത്രത്തിന്റെ ഗൗരവത്തിലേക്ക് നമുക്ക് കടന്നു വരണം. എല്ലാവരും നേരത്തെ എത്തിച്ചേരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഭിവാദ്യം.